പത്തനംതിട്ട SNDP യോഗം യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന് മുന്നോടിയായിട്ടുള്ള സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഈ സന്ദേശയാത്രയിൽ ലഭിക്കുന്ന സംഭാവനകൾ വയനാട്ടിലെ ജനതയ്ക്ക് നൽകുമെന്ന് ജാഥ ക്യാപ്റ്റനും യൂണിയൻ പ്രസിഡന്റുമായ കെ പത്മകുമാർ പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ അതിനെ അതിജീവിക്കുന്നതിന് നമുക്ക് കഴിയണം. SNDP യൂണിയനും ശാഖായോഗങ്ങളും അത്തരത്തിലുള്ള കർമ്മ പദ്ധതികൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് 170ാമത് ജയന്തി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. നമ്മളന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സർവ്വ പ്രാർത്ഥന ഉണ്ടാകുക. ഇന്ന് ഇവിടുന്ന് നൽകുന്ന സംഭാവന ഉൾപ്പെടെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ഗുരുദേവ ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന മുഴുവൻ തുകയും SNDP യോഗത്തിന്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സമർപ്പിക്കുന്നതിനാണ് SNDP യൂണിയൻ തീരുമാനിച്ചത്. അത്തരത്തിൽ മാതൃകാപരമായ സമൂഹത്തിന് ആകെ ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഈ ചരയാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം രൂപം നൽകിയിരിക്കുന്നത്. യോജിപ്പിക്കുന്നില്ല. 3 മണിക്കൂർ വൈകി എത്തിയിട്ട് പോലും ഇവിടെ ക്ഷമയോടുകൂടി കാത്തുനിന്ന് ഈ സന്ദേശയാത്രയെ അനുഗ്രഹിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും അതോടൊപ്പം തന്നെ SNDP യൂണിയന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഇവിടെ കിടക്കണമെന്ന എല്ലാവരോടുമുള്ള നന്ദി കടപ്പാടും. ശ്രീനാരായണ ദർശനത്തിന്റെ പ്രസക്തി വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ഗുരുദേവ സന്ദേശങ്ങൾ അറിയാനും അറിയിക്കാനും ശ്രീനാരായണ സമൂഹത്തിന് കഴിയണമെന്ന് SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് പറഞ്ഞു. യൂണിയൻ സെക്രട്ടറി D. അനിൽകുമാർ, സുനിൽ മംഗലത്ത്, TP സുന്ദരേശൻ, G. സോമനാഥൻ, PK പ്രസന്നകുമാർ, PV രനേഷ്, S. സജിനാഥ്, P. സലിംകുമാർ, R. സലീൽനാഥ്, MN സുരേഷ് കുമാർ, ഷീല രവി, സരള പുരുഷോത്തമൻ, ശ്രീജു സദൻ, ഗോകുൽ കൃഷ്ണ, ആനന്ദ് പി രാജ്, CK സജീവ് കുമാർ, B. സുദീപ്, സുധീഷ് എന്നിവർ ജാഥയെ അനുഗമിച്ചു. 19 നമ്പർ തേക്ക് റോഡ് കരിമാൻതോട് ശാഖായോഗത്തിൽ നിന്നും ബഹുമാനപ്പെട്ട SNDP യോഗം ദേവസ്വം സെക്രട്ടറി ശ്രീ അരേക്കണ്ടി സന്തോഷ്, ബഹുമാനപ്പെട്ട യോഗം കൗൺസിലർ ശ്രീ പച്ചൂർ സന്ദീപ് എന്നിവർ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് ശ്രീ K. പത്മകുമാർ നയിക്കുന്ന ഗുരുദേവ ചിത്രവും ധർമ്മ പതാകയും വഹിച്ചുകൊണ്ടുള്ള ശ്രീനാരായണ ജയന്തി സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നു. ദൈവദശകം ന്യൂസ്, പത്തനംതിട്ട.